ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് പതപ്പ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പച്ചമുളക്, പിന്നെ പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഗരം മസാല ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് നമ്മൾ ഇതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പതപ്പ ഞങ്ങൾ നേരത്തെ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 5 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ കടുക് പൊട്ടി അതിലേക്ക് പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ എന്നിവയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. സബോള ഇടുവാണ്. സബോളയും പച്ചമുളകും. സബോള വേകാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്, പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട്. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടുവാണ്. ഇതിപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടാണ് വഴട്ടിയത്. ഇപ്പോൾ നമ്മൾ മസാലയെല്ലാം ചേർക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പതപ്പ ഇതിനകത്തോട്ട് ഇടുകയാണ്. നമ്മളിത് ഫ്രൈ ആകട്ടോ ആക്കുന്നത്. പതപ്പ ഫ്രൈ നമ്മൾ മസാല ഇളക്കി അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പരുവത്തിനാക്കുവാണ്. നന്നായി അടി കൂട്ടി ഇളക്കി കൊടുക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പതപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇച്ചിരി കുരുമുളക് ഇടണം. അതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ്. ഇതിന് കുരുമുളക് ഇച്ചിരി ഏറെ വേണം. ഇനി നമ്മൾ അതിടാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇച്ചിരി മല്ലിയിലയും കൂടി ഇടുവാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരിടണ്ട. ഇത് നമ്മൾ ഓപ്ഷനിലാണ്.
ഹലോ ഗായ്സ്, ഞങ്ങളിതിപ്പം കൊച്ചിന് എങ്ങനെയുണ്ടെന്നറിയാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഹലോ ഗായ്സ്, അപ്പം നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.